ക്ലബ് ഓഫ് മാന്നാനം 318B 2024-2025 വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും വിവിധ പ്രോജക്റ്റുകളുടെ ഉദ്ഘാടനവും മാന്നാനം ജോയ്സിൻ ഹോട്ടലിൽ വെച്ച് നടന്നു. സേവന പദ്ധതികളുടെ ഉദ്ഘാടനം ക്ലബ്ബ് പ്രസിഡന്റ് ജേക്കബ് തോമസിന്റെ അധ്യക്ഷതയിൽ റവറൻ ഫാദർ വർഗീസ് പ്ലാപ്പറമ്പിലും ചീഫ് പ്രോജക്ട് കോർഡിനേറ്റർ സിബി മാത്യു പ്ലാത്തോട്ടവും ഡോക്ടർ ബാലകൃഷ്ണൻ ടികെയും ചേർന്ന് നിർവഹിച്ചു. ഇൻസ്റ്റാളേഷൻ ഓഫീസർ ഡിസ്ട്രിക്ട് ഗവർണർ MJF ലയൺ R വെങ്കടാചലത്തിന്റെ നേതൃത്വത്തിൽ ലയൺ ജോർജ് ജോസഫ് മണപ്പള്ളി പ്രസിഡന്റായും ലയൺ പ്രേംകുമാർ PC സെക്രട്ടറിയായും ലയൺ KP സുധാകരൻ നായർ ട്രഷററായും ലയൺ ഷാജി ജോസഫ് അഡ്മിനിസ്ട്രേറ്ററായും PMJF ലയൺ TL ജോസഫ് മെമ്പർഷിപ്പ് ചെയർപേഴ്സണായും സ്ഥാനാരോഹണം നടന്നു. ക്യാബിനറ്റ് സെക്രട്ടറി ലയൺ സജീവ് VK, ചീഫ് പ്രോജക്ട് കോർഡിനേറ്റർ സിബി മാത്യു പ്ലാത്തോട്ടം, ലയൺ മാർട്ടിൻ ഫ്രാൻസിസ്, ലയൺ ബിമൽ ശേഖർ, ലയൺ ബൈജു പിള്ള, ലയൺ ഡോക്ടർ ബാലകൃഷ്ണൻ PK, റീജിയൻ ചെയർമാൻ ജിജോ ലൂക്കോസ്, സോൺ ചെയർപേഴ്സൺ ഷീല ജിജി, PMJF TN ജോസഫ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. 2017 രൂപം കൊണ്ട മാന്നാനം ലയൺസ് ക്ലബ്ബ് ചുരുങ്ങിയ കാലം കൊണ്ട് ഡിസ്ട്രിക്റ്റിലെ മികച്ച ക്ലബ്ബുകളിൽ ഒന്നായി തീർന്നു. ബെസ്റ്റ് റീജിയൻ ചെയർമാൻ, ബെസ്റ്റ് പ്രസിഡന്റ്, ബെസ്റ്റ് സെക്രട്ടറി, ബെസ്റ്റ് ട്രഷറർ എന്നീ അവാർഡുകൾ മാന്നാനം ലയൺസ് ക്ലബ്ബ് കരസ്ഥമാക്കി. സ്ഥാനാരോഹണ ദിവസം തന്നെ തയ്യൽ മിഷൻ, പഠന സഹായം, ചാരിറ്റി സംഭാവന എന്നിവ കൊടുക്കാൻ സാധിച്ചു. ഈ കാലയളവിൽ 10 ലക്ഷം രൂപ മുതൽ മുടക്കി ഒരു വീട് നിർമ്മിച്ചു കൊടുക്കാൻ മാന്നാനം ലയൺസ് ക്ലബ്ബിന് സാധിച്ചപ്പോൾ നടപ്പു വർഷവും ഒരു പുതിയ വീട് നിർമ്മിച്ചു കൊടുക്കാൻ പ്രസിഡന്റ് ജോർജ് ജോസഫ് മണപ്പള്ളി സന്നദ്ധ പ്രകടിപ്പിച്ചു. നമുക്ക് ഫസ്റ്റ് സെക്രട്ടറി വീട്ടിലോ പൊതുസ്ഥലത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും സീനിയർ ആയിട്ടുള്ള നമ്മുടെ വീട്ടിലോ വീട്ടിലും അവിടെ വേറെ എവിടെയെങ്കിലും പൊതുസ്ഥലത്ത് വയ്ക്കാൻ പറ്റുകയാണെങ്കിൽ അവിടെയും ഒന്ന് പ്ലാൻ ചെയ്യണം. അത് ഞാനിപ്പോൾ തരുന്നതാണ് എൻവയോൺമെന്റ് പ്രൊജക്ടിന്റെ ഭാഗമായിട്ട്. അപ്പോൾ അത് എവിടെയെങ്കിലും ഒന്ന് പ്ലാൻ ചെയ്യാൻ ശ്രദ്ധിക്കണം. ആഗ്രഹിക്കുന്ന ഒരു ഗിഫ്റ്റാണ്. ആ ഗിഫ്റ്റ് ഒരു ലോട്ട് എടുത്തിട്ടായിരിക്കും ചെയ്യുക. അതിനുവേണ്ടിയാണ് നിങ്ങളുടെ ന്യൂമറിക്കലായിട്ടുള്ള സീരിയൽ നമ്പറും പേരും ആവശ്യപ്പെട്ടത്. അത് ലോട്ട് വിൽ ബി ടേക്കൺ. MC മോളെ ഒരു കുട്ടിയെ വിളിക്കുമോ? ഇതിലെല്ലാവരും പേരെഴുതിയാണല്ലോ നമ്മുടെ മെമ്പേഴ്സ് എല്ലാം. ജോസേ, എല്ലാവരും എഴുതിയാണല്ലോ അല്ലേ? Only a small gift, an opportunity to get a small gift. ഒരു മോളെ കൊണ്ട് എടുപ്പിക്കരുത്. കണ്ണ് പൊത്തുകയും അടയ്ക്കുകയും കൂടെ വേണം. ഓക്കെ, ഏതാ നമ്പർ? നമ്പർ 2.
ജോർജ് ജോസഫ്. ഭാഗ്യമുണ്ട്. എല്ലാവരും ഓരോരുത്തരായിട്ട് വന്നിട്ട് പ്ലീസ്. ചുറ്റി തരേണ്ടതാണ്, അതിന് സമയം കളയുന്നില്ല. ജോസേ, രണ്ട് ഇപ്പൊ എന്റെ മുമ്പിൽ യെസ് പറഞ്ഞ എല്ലാവരും ഒന്ന് എണീക്കാമോ? ഒരു സെക്കൻഡ്. All the board members and all the officials of the school. Friends, you have expressed your consent, your assent to leave the club, to make the club to more heights. വളരെ ഭംഗിയായിട്ട് ഈ വർഷം ഈ ക്ലബിനെ കൊണ്ടുപോകാം എന്നുള്ള ഒരു പ്രതിജ്ഞയാണ് നിങ്ങൾ എടുത്തിരിക്കുന്നത്. മാന്നാനം ലയൺസ് ക്ലബിലെ കൂടുതൽ ഹൈറ്റ്സിലേക്ക് സേവന പ്രവർത്തനങ്ങളായാലും ശരി, മെമ്പർഷിപ്പിലായാലും ശരി കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്തമാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങളത് ഏറ്റെടുത്ത് ചെയ്യും എന്ന് എല്ലാവരും ചെയ്യുമല്ലോ അല്ലേ? ഓക്കെ, ഐ ഹാപ്പിലി ഡിക്ലെയർ ദാറ്റ് ദ പേഴ്സൺസ് ഹു ഹാവ് എക്സ്പ്രസ്ഡ് ദെയർ കൺസെന്റ് ആൻഡ് വില്ലിംഗ്നെസ് to work for Mananam Lions Club are properly installed in their respective positions, and I congratulate each and every one of you. ഒരു പൂളാണ് ഗാബൽ. ഇതൊരു ചെറിയ വുഡൻ പീസാണ്, ബട്ട് ഇറ്റ്സ് പവർഫുൾ. നമ്മളുടെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നതും ക്ലബിന്റെ മീറ്റിംഗ്സ് കൺട്രോൾ ചെയ്യുന്നതും ഒക്കെയും നമ്മൾ ഈ ഗാബൽ ഉപയോഗിച്ചിട്ടാണ്. ഇത് മീറ്റിംഗ് കാൾ ടു ഓർഡറും മീറ്റിംഗ് അഡ്ജേണും ഈ രണ്ട് കാര്യങ്ങൾക്ക് മാത്രമേ നോർമലായിട്ട് ഉപയോഗിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ഇടക്കാലത്ത് സമയത്ത് അധികം ഉപയോഗിക്കേണ്ടി വരും. അങ്ങനെ ഉപയോഗിക്കാൻ വരാൻ ഇടവരാതിരിക്കട്ടെ എന്നുള്ളതാണ് ആദ്യത്തെ. തീർച്ചയായിട്ടും അങ്ങനെ ജുഡീഷ്യസ് ആയിട്ട് ഉപയോഗിക്കാൻ ഇടയാകട്ടെ. വളരെ പവർഫുള്ളായ ഈ ടൂള് വളരെ സന്തോഷത്തോടു കൂടി അത് പവർ ആൻഡ് അതോറിറ്റി ഐ എം ഹാൻഡിങ് ഓവർ ദിസ്. You have been selected to the post of president. That is the most important, most pivotal post of Alliance Club. ക്ലബിന്റെ എല്ലാ കാര്യങ്ങളും ഇനി ഈ വർഷം മുഴുവൻ അറിയപ്പെടുന്നത് ലയൺ ജോർജ് ജോസഫ് സാറിന്റെ ക്ലബ്ബ് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയാണ് അത് ഫോക്കൽ പോയിന്റ്. അതാണ് സാറായിരിക്കും എന്റെ ഫോക്കൽ പോയിന്റ്. ആ രീതിയിലായിരിക്കും കാര്യങ്ങളെല്ലാം നമ്മൾ പരിഗണിക്കുകയും കാര്യങ്ങൾ ചെയ്യുകയും എന്ത് കാര്യമുണ്ടെങ്കിലും പ്രസന്റ് ആയിരിക്കും വിളിക്കുക. ഡിസ്ട്രിക്റ്റിൽ നിന്നാലും ശരി, മുകളിലൊക്കെ മെമ്പർഷിപ്പ് കൂട്ടുന്ന ഉത്തരവാദിത്വം ആയിക്കോട്ടെ, സർവീസ് ആക്ടിവിറ്റി ആയിക്കോട്ടെ, എല്ലാം ദാറ്റ്സ് യുവർ റെസ്പോൺസിബിലിറ്റി. ക്ലബ് നല്ല ഹാർമോണിയസ് ആയിട്ട് കൊണ്ടുപോവുക, എല്ലാ മെമ്പേഴ്സുമായിട്ട് നല്ല റാപ്പോ കീപ്പ് ചെയ്യുക. പീരിയോഡിക്കൽ മീറ്റിംഗ്, ഒരു മാസം 3 മീറ്റിംഗ് ആണ് പറയുന്നത്. സംടൈംസ് ജനറൽ ബോഡി ആൻഡ് ഫാമിലി മീറ്റിംഗ് ഒന്നായിട്ട് കൂടാറുണ്ട്. നോ ഹാം. ഡയറക്ടർ ബോർഡ് എന്തായാലും ഒരെണ്ണമെങ്കിലും കൂടും. ആ രീതിയിൽ എല്ലാ കാര്യങ്ങളും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് റിപ്പോർട്ട്സ് അതുപോലെ സെക്രട്ടറിയുടെ ജോലിയാണ് സെക്രട്ടറി കൊണ്ട് റിപ്പോർട്ട് അയപ്പിക്കുക. എല്ലാ മാസത്തെയും ആക്ടിവിറ്റി റിപ്പോർട്ട് അയപ്പിക്കുക. ഈ നമ്മളിപ്പോൾ ഈ 3 മെമ്പേഴ്സിനെ ഇൻഡക്ട് ചെയ്തത് ആ 3 മെമ്പേഴ്സിനെ ഉടൻ തന്നെ റിപ്പോർട്ട് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മെറ്റിക്കുലസ് ആയിട്ട് ശ്രദ്ധിച്ച് തന്നെ പോകേണ്ടതായിട്ടുണ്ട്. വളരെ പവർഫുള്ളായിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പൊസിഷനാണ്. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഈ ക്ലബ്ബ് കൂടുതൽ നല്ല രീതിയിലേക്ക് കൊണ്ടുപോകുക എന്നുള്ള ഉത്തരവാദിത്തമാണ് അങ്ങനെയുള്ളത്. വിൽ യു ഡു ദാറ്റ്? ഓക്കെ, പ്ലീസ് കം സർ. Please come, sir. This is Treasurer and Sudhakaran. So you are the finance officer of this club. Finance completed handling, dues collected, bank അടയ്ക്കുകയും. You should have 2 bank accounts, one for administration and one for activity.
ആ രീതിയിലാണ് എല്ലാം ബാങ്കിൽ കൂടി പോകുന്ന രീതിയാണെങ്കിൽ വളരെ നല്ലത്. വിശദമായ ബഡ്ജറ്റ് ഇത് കഴിഞ്ഞാൽ ഒരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുക. ആ ബഡ്ജറ്റിനകത്ത് അനുസരിച്ച് ഇതിന് പ്രവർത്തിക്കുക. അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ ആ ബഡ്ജറ്റിൽ നമ്മുടെ ആക്ടിവിറ്റീസിൽ ഒരു ബാലൻസ് വെച്ചിട്ട് അടുത്ത ആളിനെ ഹാൻഡ് ഓവർ ചെയ്യുന്ന ഒരു പ്രോപ്പർ ഫിനാൻഷ്യൽ പ്ലാനിങ്ങോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. ഡ്യൂസ് കളക്ട് ചെയ്യുന്നതിന്റെ ഉത്തരവാദിത്വം അത് എല്ലാ എക്സ്പെൻസ് കാര്യം കംപ്ലീറ്റ് ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാത്തിനും ഉത്തരവാദിത്വം അങ്ങേക്കുള്ളതാണ്. യു ഡു ദാറ്റ്. 800 നമ്പേഴ്സ് ഇപ്പൊ നമ്മളിപ്പോ 3 പേരെ ഇൻജക്ട് ചെയ്തു. അവിടെ അവസാനിക്കുന്നില്ല. ഒരു 25% എങ്കിലും മെമ്പർഷിപ്പ് ഗ്രോത്ത് ഓരോ ക്ലബ്ബും കാണിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇറ്റ്സ് ഇൻ യുവർ ഹാൻഡ്സ്. അപ്പൊ തീർച്ചയായിട്ടും മെമ്പർഷിപ്പ് ഗ്രോത്ത് നല്ല മെമ്പേഴ്സിനെ, ക്വാളിറ്റി മെമ്പേഴ്സിനെ, ഒരുപാട് ഓടിച്ചാടിയൊന്നും ചേർക്കേണ്ട, ടൈം എടുത്ത് ചേർത്തോളൂ. ബട്ട് ഷുഡ് ബി ക്വാളിറ്റി മെമ്പേഴ്സ്, ബട്ട് ഷുഡ് ഇംപ്രൂവ്. മെമ്പർഷിപ്പ് ഇംപ്രൂവ് ചെയ്തേ മതിയാവൂ. അതുപോലെ തന്നെ ക്ലബ് എക്സ്റ്റൻഷന്റെ കാര്യത്തിലും ശ്രദ്ധിക്കണം. ഒരു ക്ലബെങ്കിലും നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സമയമായി. പ്ലീസ് ട്രൈ ടു ഡു ദാറ്റ്. Association of Lions Clubs to attend our meetings regularly, to support and further the interests of the club in all its activities, to contribute my fair share towards the financial support of the club. I further declare that I will assist in maintaining, building and strengthening the membership of the club. That I will help the club by actively serving on committees and in other capacities where my efforts are needed. And that I will practice the നമ്മുടെ പുതിയ പ്രസിഡന്റ് സ്ഥാനമായിട്ട് പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും നൽകിക്കൊണ്ട് അതുപോലെ രോഗികൾക്കുള്ള അതിൽ ഒത്തിരി പേർക്ക് മരുന്നുകളും മറ്റ് ചികിത്സാ സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തി കൊടുക്കുന്ന നല്ലൊരു ചെറുപ്പക്കാരനാണ് അദ്ദേഹം. അദ്ദേഹത്തെ പോലെ ഇത്രയും പവിത്രമായ കാരുണ്യപരമായ മനസ്സുള്ള മറ്റൊരു വ്യക്തിയെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അദ്ദേഹത്തിന് എല്ലാ ഭാവങ്ങളും എല്ലാ നന്മകളും ഞാൻ നേരുകയാണ്. അതോടൊപ്പം ഞങ്ങളെ കൊണ്ട് മാന്നാൻ ലയൺസ് ക്ലബ് ഇതിനു മുമ്പ് അദ്ദേഹത്തിന് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ചാരിറ്റി ഞങ്ങളുടെ ഭാഗത്തുനിന്നും. എങ്കിൽ പോലും വീണ്ടും അദ്ദേഹത്തെ ഞങ്ങൾ ക്ഷണിച്ചു. വീണ്ടും അദ്ദേഹത്തിന് ചാരിറ്റി കൊടുക്കാൻ പ്രധാനപ്പെട്ട ഞങ്ങളുടെ അച്ഛന് ഒരു ദിവസത്തെ ഭക്ഷണത്തിന്റെ പൈസയാണ് ഞങ്ങൾ കൊടുക്കുന്നത്. വീണ്ടും നിങ്ങളുടെ കുടുംബങ്ങളിൽ പലർക്കും പല ആഘോഷ പരിപാടികളുണ്ടാകും, ബർത്ത്ഡേസ് ഉണ്ടാകും, അതുപോലെ മരണ പരിപാടികൾ, അങ്ങനെ ഒത്തിരി പരിപാടികളുണ്ടാകും. അപ്പോഴൊക്കെ നിങ്ങൾ ഓർക്കണം, ചാരിറ്റി പ്രവർത്തനം അല്ലെങ്കിൽ ഒരു ദിവസത്തെ ഭക്ഷണത്തിന് പണം അദ്ദേഹത്തിന് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു പുണ്യമായിരിക്കും. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ നല്ലൊരു കാര്യമായിരിക്കും. അത് നിങ്ങളെ എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അത് സെബിൻ, പ്ലീസ് കം. സിബിന് ഒരു മെമന്റോയും കൂടെ ഞങ്ങൾ സമ്മാനം ചെയ്യുന്നുണ്ട് ലയൺസ് ക്ലബിന്റെ വകയായിട്ട്. അത് ബഹുമാനമുള്ള പ്രസിഡന്റിനെ കൊടുക്കാൻ ക്ഷണിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. സിബിൻ പുണ്യമായിരിക്കും. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ നല്ലൊരു കാര്യമായിരിക്കും. അത് നിങ്ങളെ എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അത് സിബിന് ഒരു മെമന്റോയും കൂടെ ഞങ്ങൾ സമ്മാനം ചെയ്യുന്നുണ്ട് ലയൺസ് ക്ലബിന്റെ വകയായിട്ട്. അത് ബഹുമാനമുള്ള പ്രസിഡന്റിനെ കൊടുക്കാൻ ക്ഷണിക്കുകയാണ്. ലയൺസ് ക്ലബിൽ മെമ്പറാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം മീറ്റിംഗ് കൂടുന്നത് എൻ്റെ പള്ളിമേടയുടെ നേരെ വാതിക്കലാണ്. അപ്പം ഇവിടുത്തെ പാട്ടുകാരുടെ പാട്ടും ഒക്കെ കേട്ടാണ് ഞാൻ ഉറങ്ങുന്നത്.